ഞാൻ നോർമലി യൂറിയ ഉപയോഗിക്കാറില്ല. കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് യൂറിയ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 1 ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് ഇപ്പോഴും ഒരു 3 വർഷമായ പ്ലാന്റ് നിങ്ങൾക്കൊരു 6-7 ലക്ഷം രൂപ ആദായം കിട്ടും. ഹൈദരാബാദിലേക്ക് മാത്രം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് 6 ലക്ഷം തൈ കൊടുത്തു. കാരണം നമ്മുടെ ആൾക്കാർ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അവർക്ക് രാവിലെ അടുത്ത വീട്ടിലൊരു പ്രശ്നമുണ്ട്, അവരങ്ങോട്ട് പോകും. അതിൻ്റെ അപ്പുറത്തെ ഒരു പ്രശ്നം അവിടെ പോകും. പശുവിന് അസുഖം വന്നാൽ അപ്പോൾ ലീവ് എടുക്കും. ഇയാളെ പഴമെടുക്കെല്ലാം അവിടെ കിടക്കട്ടെന്ന് പറയും. എൻ്റെ പശുവിന് അസുഖം മാറിയിട്ട് ഞാൻ വരാമെന്ന് പറയും. ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതാണ് റംബുട്ടാൻ. നമ്മളീ പറഞ്ഞ റംബുട്ടാൻ സാധാരണ വളരുന്ന ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റിലാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ക്ലൈമറ്റ് ഉള്ളത് കേരളത്തിലും ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ഇത്രയാണ് മെയിൻ ഏരിയ. അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പം തെക്കൻ കർണാടകയിൽ കുറച്ച് സ്ഥലത്ത് കാണും. നമ്മൾ അതേ കാലാവസ്ഥയുള്ള. അപ്പോൾ അതുകൊണ്ട് ഒരു മാർക്കറ്റ് ഒരിക്കലും ഫ്ലഡ് ആവില്ല. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് റേറ്റും കിട്ടും. എത്ര നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എത്ര പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും മാർക്കറ്റിൽ. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ഈ പത്തനംതിട്ട ഏരിയ എന്നുള്ള കംപ്ലീറ്റ് റംബുട്ടാനും പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്, ചെന്നൈയിലേക്കാണ് പോകുന്നത്. അവരാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഞാനിപ്പം ഓരോ സീസണിലും ശരിക്കും പറഞ്ഞാൽ വില പറയുന്നത് കുറഞ്ഞു വരുത്താം എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഞാൻ 150 ഹോൾസെയിലും റീറ്റെയിൽ 200 ആയിരുന്നു. ഈ വർഷം റീറ്റെയിൽ 250 ഹോൾസെയിൽ 220 ആക്കിയിട്ടും മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് റേറ്റ് കൂടാനും ചാൻസ് കൂടുതലാണ്. കാരണം കൂടുതൽ ഈൽഡ് ഒരുപാട് പൊഴിഞ്ഞു പോയി. കാലാവസ്ഥ അത് വെയിലായിരിക്കും. വെയിലും മഴയൊക്കെ കൂടി മാറി വന്ന് എന്തോ ഇതിന് വളരെ ക്ലൈമറ്റിക് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ആ ക്ലൈമറ്റ് കണ്ടീഷൻ ഒരു മാറ്റം വരുമ്പോൾ ഇതിനും മാറ്റം ഉണ്ടാവും. അത് ശരി സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈൽഡ് കുറവാണ്. ഇപ്പോൾ നമുക്കിവിടെ എത്രത്തോളം റംബൂട്ടാൻ ഉണ്ടാവും സാർ? എനിക്കൊരു ഇത് ഓരോ വർഷം വളർന്നതനുസരിച്ച് ഈൽഡ് കൂടും. അതെ, കഴിഞ്ഞ വർഷം എനിക്കൊരു 7000 കിലോ പഴം ഉണ്ടായിരുന്നു. 7000 കിലോ വരുന്നുണ്ട്. 100 മൂട് ഉണ്ടായിരുന്നു. 100 മൂട്. പിന്നെ അവിടെ നമ്മൾ കണ്ടത് ഈ വർഷം കാഴ്ച തുടങ്ങിയതാണ്, ഇന്നലെ കണ്ടത്. അതെ, അവിടെ എത്ര മൂടുണ്ട്? മൊത്തത്തിൽ എല്ലാം കൂടി എത്ര മൂടുണ്ടാവും? ഒരു 150 മൂട് ഇപ്പോൾ ഉണ്ടാവും. 150 മൂട്. ഇപ്പോൾ റംബുട്ടാൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് കർഷകർക്ക് ലാഭം തന്നെയെന്നാണ് സാർ പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ഒരു ഇൻ്റർക്രോപ്പിങ് ചെയ്യാൻ പറ്റും. ഞാനത് ആദ്യമേ ഒരു ഐഡിയയിലാണ് ആ ഒരു മരം നട്ടത്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു 10 വർഷമായി കാണും, 10ാമത്തെ വർഷമാണ് ഈ റംബുട്ടാൻ. ഈ 10 വർഷം കൊണ്ട് ഇതൊരു മാക്സിമം ഒരു 1000-1200 സ്ക്വയർ ഫീറ്റ് ഏരിയ ഒക്യുപ്പ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതൊരു അടുത്ത ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ ഇതൊരു 5000 അല്ലെങ്കിൽ ഒരു 4000 സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ചെയ്യും. അപ്പോൾ നേരത്തെ നമ്മളൊരു 20 ഫീറ്റിലേക്കാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് വളരെ ഇതായിപ്പോയി, വളരെ ഞെരുങ്ങിയിട്ട് ഈൽഡ് കൂടുന്നില്ല. കാരണം ഞെരുങ്ങി പോയിട്ടാണ്, വേറെ കുഴപ്പമുണ്ട്. 25 ഫീറ്റിന് കൂടെ ഇനിയും വേണമെന്നാണ് സാർ പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ അവർ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്നതും എനിക്ക് തോന്നിയതും കറക്റ്റാണ്. ഇപ്പം നമ്മൾ 40 ഫീറ്റ് ബൈ 40 ഫീറ്റാണ് കൊടുക്കേണ്ടത്. അയ്യോ, നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്നത്, കഴിഞ്ഞ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. 25 എന്ന് പറഞ്ഞത് തന്നെ വളരെ എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക്, പക്ഷേ 2 രീതിയിൽ എടുക്കാനില്ല, ഒരു വലിയ ഡിസ്കഷനാണ്. ഇപ്പോൾ നിങ്ങൾ 20 ഫീറ്റ് ബൈ 20 ഫീറ്റ് എന്ന് അല്ല 40 ബൈ 40 എന്ന് പറയുമ്പോൾ 4 സെൻറ്റായി. അതെ. സോ എഫക്റ്റീവ്ലി നിങ്ങൾക്ക് ഒരേ ഏക്കറിൽ 25 റംബുട്ടാനെ നടാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഈ റംബുട്ടാൻ ഒരു 10 വർഷം കഴിയും, 5ാമത്തെ വർഷം വലിയ ഈൽഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 25 മരം നട്ടാൽ കിട്ടുന്ന ചിലപ്പോൾ 1000 കിലോ ആയിരിക്കും. അതേസമയത്ത് 20 ബൈ 20 ആയിട്ട് 100 മരം നട്ടാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പിന്നെ ഒരു 20 കിലോ കിട്ടിയാൽ 2000 കിലോ കിട്ടും. പക്ഷേ 70 ഇയർ ആകുമ്പോൾ ഇതൊരു 70-60-70 കിലോയിൽ സ്റ്റാഗ്നൻ്റ് ആവും. പിന്നെ അത് മാത്രമല്ല വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വലിയ ഡിസീസിനൊക്കെ സാധ്യതയുണ്ട്. ഡിസീസ് മാത്രമല്ല വെയിൽ കിട്ടില്ല, അതാ പറഞ്ഞത്. അപ്പം ഇത് ഫുൾ പാരബോളായിട്ട് കിടന്നെങ്കിൽ ഇതിനകത്ത് ഇതുണ്ട്, താഴെ ഏറ്റവും മുതൽ മുഴുവൻ കായാണ്. അതെ, അവിടെ നിൽക്കുന്ന മരങ്ങളിലെ മണ്ടയിൽ മാത്രമേ ഉള്ളൂ. അതെ. അപ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിരിക്കും. പിന്നെ ഉള്ള പിന്നെ ഒരു 25 മരം ഒരു ഏക്കർ ഇടുകയാണെങ്കിൽ 15ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഒരു 200-300 കിലോ ഒരു മരത്തിൽ നിന്ന് കിട്ടും. സോ ഇറ്റ് കീപ്പ് ഓൺ ഇൻക്രീസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശരിക്കും നമ്മളിപ്പോൾ അടുത്ത് നടുകയാണെങ്കിൽ ആദ്യത്തെ കുറച്ച് വർഷം ആദായം കൂടുതൽ കിട്ടും, പിന്നെ മുന്നോട്ട് പോകും തോറും ആദായം കുറയും. അതാണ്. അപ്പോൾ നമുക്ക് അന്നേരമായിരിക്കും വിലയും കൂടി വരുന്നത്. പിന്നെ ഇതിനിപ്പോൾ ഞാൻ കണ്ട ഒരു സൊല്യൂഷൻ, ഞാൻ അന്നേ ഇത് നടുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കണ്ടു,
അത് കണക്കാക്കി ഞാൻ 2 മരം ഇങ്ങനെ നട്ടു നോക്കിയത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇടയ്ക്ക്. ആ അപ്പോൾ നിങ്ങൾക്ക് ഇനിഷ്യലി ഒരു പിന്നെ ഒരു 10 ഫീറ്റ് ബൈ 10 ഫീറ്റോ 12 ഫീറ്റ് ബൈ 12 ഫീറ്റോ കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ നിങ്ങളൊരു 10 ഫീറ്റ് ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടു, 40 ഫീറ്റിൽ അവിടെ ഒരു റംബുട്ടാൻ നട്ടു. റംബുട്ടാൻ നട്ടു. അപ്പം ഇതിനു വേണ്ടി നിങ്ങൾ ഒരു സൈഡിൽ മാക്സിമം ഒരു 8 അടിയൊക്കെ വിട്ടാൽ മതി. 8 തൊട്ടും 16 അടി വിട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ബാക്കി 24 അടിയുണ്ട്. 24 അടിയിൽ 3 വരി ഡ്രാഗൺ ഫ്രൂട്ട് നടാം. സാറേ, റംബുട്ടാന് നമ്മൾ വളപ്രയോഗം, ഇതിൻ്റെ വെള്ളം, ഇത് രണ്ടും എങ്ങനെയാണ്? വെള്ളം എന്ന് പറയുന്നത് നമ്മളിപ്പം നോർമലി ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ കൂടി ഇത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്യണം. ഒക്ടോബറിന് മുൻപ്. ആക്ച്വലി ഓഗസ്റ്റോടി എനിക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഡിപ്പെൻസ്. കാരണം ചിലതൊക്കെ ഇപ്പോൾ പൂക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അവിടെ ഒരു മരം ഇപ്പോൾ പൂത്തുണ്ട്, അത് ഓക്കെ. അപ്പോൾ ഒരു നോർമലി ഒരു സെപ്റ്റംബർ ഓടി എൻ്റെ ഓടി ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിയും. അതോടെ തന്നെ കംപ്ലീറ്റ് പ്രൂൺ ചെയ്യണം, നല്ല രീതിയിലൊന്ന് പ്രൂണിങ് ചെയ്യണം. പ്രൂണിങ് ചെയ്തിട്ട് നമ്മൾ നോർമലി കൊടുക്കേണ്ട ചാണകപ്പൊടിയും മറ്റുള്ള ജൈവവളങ്ങളെല്ലാം കൊടുത്ത് കുറച്ച് SOP യും. ഞാൻ നോർമലി യൂറിയ ഉപയോഗിക്കാറില്ല. കാരണം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇല്ലാതാക്കുന്ന ഒരു സാധനമാണ് യൂറിയ. നല്ല വളർന്ന് വരും, പക്ഷേ ടേസ്റ്റ് കുറവായി, പലത്തിനും ടേസ്റ്റ് ഉണ്ടാവില്ല. പലരും ഡ്രാഗൺ ഫ്രൂട്ട് പോയി കൃഷി ചെയ്യുന്നവർക്ക് ആ ഒരു പ്രശ്നമുണ്ട്. ഒരു യൂറിയ എന്നറിയാമോ, ഒരു ചെടിക്ക് വേണ്ട ഒരു പോസ്റ്റിന് വേണ്ട വളം ആ കുന്നിൻ്റെ മണ്ടയിൽ എത്തിക്കണമെങ്കിൽ ജൈവവളം നിങ്ങൾക്ക് വളത്തിൻ്റെ ചാർജ് 100 രൂപയാവും. അതേസമയം 5 രൂപയ്ക്ക് യൂറിയ വാങ്ങിച്ചാൽ നിർത്തുന്നില്ല. ആണോ? ഈസിയാണ്, പക്ഷേ പഴവും വലുതായിരിക്കും. പക്ഷേ വാങ്ങുന്നതും പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കില്ല, അത്രേ ഉള്ളൂ കുഴപ്പം. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെത്. അതെ, ഞാൻ ഏതിനും അത് ബാധകമാണ്. റംബുട്ടാനും അത് തന്നെയാണ് ബാധകം. യൂറിയ ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് SOP ഇതിന് യൂറിയയും പൊട്ടാഷും മെസോറിഫോസും ഒക്കെ കൊടുക്കാം. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റും ഒക്കെ അതിൻ്റെ CMS ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കും. വെള്ളം സാറേ, ഇത് നമുക്ക് ചെറുതിലെ നമ്മൾ തയ്യായിരിക്കുമ്പോൾ കൊടുക്കണം. നോർമലി നമ്മളിപ്പോൾ ഒരു ഏപ്രിലൊക്കെ കഴിഞ്ഞാൽ ഒരു കാലവർഷമായ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. സെപ്റ്റംബർ നവംബർ വരെയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സെപ്റ്റംബറിൽ പ്രൂൺ ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ട വളങ്ങളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ വെള്ളം കൊടുക്കാം. ഇല്ലെങ്കിൽ മിക്കവാറും മഴ കാണും. അപ്പോൾ സെപ്റ്റംബർ മഴ കാണും, അതിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അതിൻ്റെ പഠനം വിട്ടിരുന്നാൽ ഒരു ഡിസംബർ എൻ്റെ ജനുവരി കൂടി ഇതിൻ്റെ ഇല കരിയാൻ തുടങ്ങും. അതാണ് അതിൻ്റെ കറക്റ്റ് ടൈം. ആ ഇല ചുരുണ്ട് കരിയും. മൊത്തം അത് സൈഡിൽ നിന്ന് കരിഞ്ഞു തുടങ്ങുമ്പോൾ ഫുൾ സ്പീഡ് വെള്ളം കൊടുക്കണം. ഫുൾ സ്പീഡിൽ വെള്ളം കൊടുക്കണം. ഫുൾ സ്പീഡ് എന്നാൽ നല്ല രീതിയിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രിങ്ക്ലർ കൊടുക്കണം, അല്ലെങ്കിൽ ജെറ്റ് വെച്ചടിക്കണം. അപ്പോൾ ഉടനെ അത് പൂക്കാൻ തുടങ്ങും. പിന്നെ അത് നമ്മൾ ഈ കായ എടുക്കുന്നവർ, അതായത് ജനുവരി മുതൽ കണ്ടിന്യൂസ് വെള്ളം കൊടുക്കണം. എല്ലാ ദിവസവും കൊടുക്കണം. മഴ വരുന്നവർ മഴ ഇല്ലെങ്കിൽ വെള്ളം കൊടുക്കണം. ഒരു മൂട്ടിന് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും സാർ? അത് നിങ്ങൾ 40-50 ലിറ്റർ വെള്ളമെങ്കിലും പെർ ഡേ. അപ്പം എല്ലാ ദിവസവും പെർ ഡേ 40-50 ലിറ്റർ വെള്ളം കൊടുക്കും. അതായത് ഈ സാർ ഈ പെർ ഡേ 40 ലിറ്റർ എന്ന് പറയുന്നത് 10 വർഷം 7 വർഷം പ്രായമുള്ള, അത് നമ്മൾ നോക്കുമല്ലോ അതിൻ്റെ ഒരു കണ്ടീഷൻ അനുസരിച്ച്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിനകത്ത് സ്പ്രിങ്ക്ലറുണ്ട്, മറ്റേ ചെറിയ സ്പ്രിങ്ക്ലറുണ്ട് നമ്മൾ. പപ്പ സ്പ്രിങ്ക്ലർ. അപ്പോൾ അത് കൊടുത്തൊക്കെയാണ് ചെയ്യുന്നത്. അത് രാവിലെ വൈകുന്നേരം ഓടിക്കൊണ്ടിരിക്കും ആ ടൈം അനുസരിച്ച്. എന്നാലും എനിക്കൊരു 100ഓളം റംബുട്ടാൻ ഇവിടെ ഉള്ളത്. ഈ ഒരു 3 കുളത്തിലെ വെള്ളം മൊത്തം ആന കൊടുക്കുന്നു. 3 കുളത്തിലാണ്. അപ്പോൾ ഈ വെള്ളം കാരണം ആ സമയത്ത് ഇതിനും അവിയനും മാത്രം, ഡ്രാഗൺ ഫ്രൂട്ടിന് കൊടുക്കാറില്ല. വെള്ളം വേണ്ടാന്നുള്ളായിരുന്നു. പക്ഷേ ഈ വർഷം ചൂടിന് വെള്ളം വേണമായിരുന്നു, കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായി. എന്നാലും ഇത്രയും ഏരിയയിൽ വെള്ളം നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അത് അതിൻ്റെ തലയെഴുത്തിന് വിട്ടുകൊടുക്കും. നോർമലി റംബുട്ടാൻ നടുന്നവർക്ക് ഒരു ധാരണയുണ്ട് 25 അടി ധാരാളം മതിയെന്നാണ്. പക്ഷേ 25 അടി ഡിസ്റ്റൻസിൽ നട്ടിരിക്കുന്ന റംബുട്ടാൻ 8-10 വർഷമാകുമ്പം ഈ അവസ്ഥയായിരിക്കും. കാര്യം മൊത്തത്തിൽ കൊണ്ടങ്ങ് നിറഞ്ഞു പോയി. അപ്പോൾ ഇവിടെ സൺലൈറ്റ് കുറവാണ്, താഴോട്ടുള്ളത് കായ്ക്കത്തില്ല, മേൽഭാഗം മാത്രം കായ്ക്കാറുള്ളൂ. ഇപ്പോൾ സാർ റംബുട്ടാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൽ കുറച്ച് അടുത്തടുത്താണ് നട്ടിരിക്കുന്നത്. അതിന് ഉണ്ടായിട്ടുള്ള സാറിന് ബുദ്ധിമുട്ടൊക്കെ എന്തൊക്കെയാണ്? ഇത് നമ്മൾ അടുത്ത് ഒരു 25 അടി ഗ്യാപ്പിൽ നടുമ്പോൾ വേണ്ട 1.5 സെൻറ്റിൽ നിങ്ങൾക്ക് ഒരു മരം വരും. എന്ന് പറഞ്ഞാൽ 70 മരം വരെ ഒരേക്കറിൽ നടാൻ പറ്റും. ഒരേക്കറിൽ അത് തെങ്ങ് നടും പോലെ. അതേസമയത്ത് നിങ്ങൾ ഇതിന് റെക്കമെൻഡഡ് 40 ഫീറ്റ് നട്ട് കഴിഞ്ഞാൽ ഒരേക്കറിൽ 25 മരം നടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിഷ്യലി ഒരു ഫസ്റ്റ് 5 വർഷം വരെ ഈ എല്ലാ 25 മരം നടുന്ന ഏരിയയിൽ നിന്നും ഒരു മരത്തിന് കിട്ടുന്ന അതേ അളവായിരിക്കും 75 മരം വരെ കിട്ടും. അപ്പോൾ ഇനിഷ്യലി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. പക്ഷേ ഒരു 7 വർഷമായി കഴിയുമ്പോൾ ഇതുപോലെ ക്ലോസ് ലിങ്ക്ഡ് ആവും. അപ്പം പിന്നെ ഇത് വളർന്നാലും നമുക്ക് വളരെ കുറച്ച് ഈൽഡ് കൂടില്ല. ടു കം ടു ഒരു സ്റ്റാഗ്നേഷനിൽ വരും. കാരണം ഇതൊരു ഫുൾ പാരബോളായിട്ട് നിൽക്കുമ്പോഴും ഹെമിസ്ഫിയർ പോലെ നിൽക്കുമ്പോഴാണ് ഈ
ഫുൾ ഇത്രയും ഇതിൻ്റെ ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അതെ, അതായത് ഒരു മരത്തിൽ നിന്ന് 10 വർഷമായ ഒരു മരത്തിൽ നിന്ന് നമുക്ക് എത്ര കിലോ എടുക്കാൻ പറ്റും? നല്ല വെയിലും നല്ലതായിട്ടും ഉണ്ടെങ്കിൽ 100-150 കിലോ വരും. 150 കിലോ. 100 കിലോ എന്ന് വെച്ചാൽ കൂടെ നമുക്ക് ഏകദേശം ഒരു 25,000 രൂപയ്ക്ക് മേലെ കിട്ടത്തില്ലേ? അല്ലേ, അങ്ങനെയല്ലേ കണക്ക്? 25,000 രൂപയ്ക്ക് മേലെ നമുക്ക് ഒരു വർഷം ഒരു സീസണിൽ എടുക്കാൻ പറ്റും ഒരു മരത്തിൽ. ഒരു വർഷം ഒറ്റ സീസണേ ഉള്ളൂ. ആ ടൈമിൽ നിങ്ങൾ 25 അടിയിൽ നട്ടേക്കാണ് 70 മരം ഉണ്ടെങ്കിൽ അതിനൊരു 70 കിലോ കിട്ടുള്ളൂ ഒരു മരത്തിൽ നിന്ന്. അപ്പോൾ അതൊന്നും ഇതൊന്നും കിട്ടുന്ന അളവ് ഏതാണ്ട് സെയിം ആയിട്ട് വരും. ഇനിയാണ് അതിൻ്റെ പ്രശ്നം. 15 വർഷമാകുമ്പോൾ 25 മരമാണെങ്കിൽ അന്ന് 200 കിലോയ്ക്ക് മുകളിൽ കിട്ടും. അത് ശരി സാർ. അതായത് 25 മരം പെർ ഏക്കറിനാണെങ്കിൽ അപ്പോൾ 200 കിലോയ്ക്ക് മുകളിൽ കിട്ടും. അപ്പോൾ 5000 കിലോയ്ക്ക് മുകളിൽ വരും. മറ്റേത് ആ സമയത്ത് അന്നേരം ഈ ഒരു ഏക്കർ നിങ്ങൾക്കിപ്പം അപ്പോഴും 4,000-3,000 കിലോ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സാർ, നമുക്ക് ഈ തേക്ക് നടുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മുറിച്ച് മാറ്റാൻ പറ്റത്തില്ലേ? അല്ല, ഇത് നമ്മൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കട്ട് ചെയ്യുന്നു അതിനേക്കാളും കൂടി ഗ്രോത്ത് ഉണ്ടാവുമല്ലോ. ഈ പ്രൂൺ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശത്തിന് പടർന്ന് പോകാൻ വേണ്ടിയാണ്. അത് ശരി സാർ. അപ്പോൾ ഇതിനെ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു മരം വളരെ 4 സൈഡിലും മരത്തിന് ഞെരുക്കി നിൽക്കുകയാണ്. അവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ സെൻട്രൽ പോർഷനിൽ മാത്രമേ ഫ്രൂട്ടുള്ളൂ. ആണ് സാർ. ഏരിയയിലില്ല. ആ സമയത്ത് അപ്പുറത്ത് കണ്ട മരം കണ്ടോ, അതിൻ്റെ 4 സൈഡിലും ഒരു ഹെമിസ്ഫിയറിൻ്റെ ഏരിയയും ഒരു പ്ലെയിൻ ഏരിയയും കൂടെ എത്ര വരുമെന്ന് കൂട്ടിയോ? 1.5 സെൻറ്റ് ഒരു മരത്തിന് വിട്ടിട്ട് 40 അടി കഴിഞ്ഞിട്ട് അപ്പം അത്രയും റെഡിയാവും. അതെ, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 25 മരം നടുമ്പോൾ ഒരു മാക്സിമം 40 സെൻറ്റ് സ്ഥലം അതിനുവേണ്ടി ഒഴിക്കും. ബാക്കി 60 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് 300 ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാം. ഈ റംബുട്ടാൻ ഡ്രാഗൺ ഫ്രൂട്ടിന് ശല്യം ചെയ്ത് തുടങ്ങുന്ന 10 വർഷം കഴിഞ്ഞേ ഉണ്ടാവും. അത് ശരി. ഇവൻ 15 വർഷം ആയാൽ പോലും 1-2 ലൈനും കിട്ടുവാണ്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നിങ്ങൾ വെരി സെക്കൻഡ് ഇയർ ആദായം കിട്ടുന്നുണ്ട്. 10 വർഷം സുഖമായിട്ട് അതിൻ്റെ ആദായം കിട്ടും. പിന്നെ അത് വളർന്നു വരുമ്പോഴേക്ക് ഒന്നുകിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഒഴിവാക്കി കൊടുക്കാം, അല്ലെങ്കിൽ കിട്ടുന്ന ആദായം മതി എന്ന് വരും. ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ, ഇനി അടുത്തൊരു ഈ റംബുട്ടാനെ കുറിച്ച് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്ന ഏരിയയിൽ റംബുട്ടാൻ ശരിക്കും വരുമോ? ഇത് കംപ്ലീറ്റ് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ഗുഡ്. ഇതെല്ലാം കംപ്ലീറ്റ് 4 വർഷം പ്രായമായ പിന്നെ റബ്ബറായിരുന്നു. അത് 4 വർഷം, അതായത് ടാപ്പിങ്ങിന് പ്രായമായ ഇത് അതായത് ഇത് RRI 230 മറന്നു നമ്പർ, ലേറ്റസ്റ്റ് ആയിരുന്നു. ഞാൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഏക്കർ കൃഷി ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായി. ഞാനിത് കംപ്ലീറ്റ് 4 മരം 15 ഇഞ്ച് വണ്ണമായ റബ്ബർ. അന്ന് എത്ര ഏക്കറായിരുന്നു സാർ കട്ട് ചെയ്തത്? ഒരു 3 ഏക്കർ. 3 ഏക്കറിൻ്റെയും 4 ഈ ഏകദേശം. അതിപ്പോൾ ഞാനൊന്ന് കമ്പനിയിൽ പോകുന്ന സമയമാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജോലിക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോഴേക്കും എല്ലാം മുറിച്ചതിലേക്കാൻ പറ്റും. അത് ശരി. എനിക്ക് നിന്നുകൊണ്ട് മുറിക്കാൻ പാടാണ്. അടുത്ത വർഷം ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടു, പിറ്റേ വർഷം വരെ ആദായം കിട്ടുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു കുറഞ്ഞ 8 വർഷം തന്നെ ആദായം കിട്ടി. ഇപ്പം അല്പം ഫംഗസ് പ്രോബ്ലം ഉണ്ടെങ്കിലും എനിക്ക് വലിയ പറയൊന്നുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ റബ്ബർ കൃഷിയിൽ നഷ്ടം വരുന്ന കർഷകർക്ക് സാർ പറയാനുള്ള അഡ്വൈസ് എന്താണ്? അവർ അവരുടെ സൗകര്യം പോലെ മാറി ചിന്തിക്കുമ്പോൾ അവർക്ക് വാല്യൂറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അതാണ് ലാഭം. അല്ല, അപ്പോൾ എനിക്കൊരാളിനോട് നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാൻ പറയാൻ പറ്റില്ല. അയാളൊന്ന് പറയും, സാറേ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തപ്പോൾ ഫംഗസ് വന്നു, അതിൻ്റെ മുള്ളെൻ്റെ കൊച്ചിൻ്റെ കയ്യിൽ കണ്ടു, കൊച്ചിൻ്റെ കൈ മുറിഞ്ഞു, അതുവഴി പോയി അവൻ്റെ കണ്ണിൽ കൊണ്ടു, അവൻ്റെ കണ്ണ് മുറിഞ്ഞു. കണ്ണ് മുറിയാതെയും കൈ മുറിയാതെയൊക്കെ സൂക്ഷിക്കേണ്ട അവനവൻ്റെ കാര്യമാണ്. ഫംഗസ് രോഗം വന്നാൽ അതിന് മരുന്നും കൊടുക്കുക. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് 1 ഏക്കർ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്ന് ഇപ്പോഴും ഒരു 3 വർഷമായ പ്ലാന്റ് നിങ്ങൾക്കൊരു 6-7 ലക്ഷം രൂപ ആദായം കിട്ടും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, അതായത് ഇപ്പം ഒരു ട്രയൽ പറയാം, 1 ഏക്കർ സ്ഥലമുള്ളവർക്ക് 10 സെൻറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് നോക്കി ട്രയൽ 1 വർഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേണമെങ്കിൽ ബാക്കി 90 സെൻറ്റും കട്ട് ചെയ്തിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാർ അങ്ങനെയല്ലേ ചെയ്തത്? ഞാൻ അങ്ങനെയല്ല ചെയ്തത്. എൻ്റെ കയ്യിൽ ആദ്യം ഒരു പ്ലാന്റേ ഉള്ളായിരുന്നു. 2007 ഒരു പ്ലാന്റ് വെച്ചാണ് തുടങ്ങിയത്. ഒരു പ്ലാന്റേ ഉള്ളായിരുന്നു. ആ ഒരു പ്ലാന്റ് 2012 ആയപ്പോഴേക്കും 1 ഏക്കറിൽ നടാനുള്ള കട്ടിങ്സ് നമ്മളതൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. ഈ ഒരു പ്ലാന്റിൻ്റെ തൈയെല്ലാം ഞാൻ ടെറസിൽ വെച്ചു, ഒരു 10-100 ബോർഡ് ചട്ടിക്കകത്ത്. പുറത്തൊന്നും എടുത്തിട്ടില്ല, മേടിച്ചില്ല. ഏതാണ്ട് ഇന്ത്യയിൽ കാണുന്ന റെഡ് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു 30-40% എങ്കിലും ഇവിടെ നിന്ന് പോയ തൈകളോ അവരുണ്ടാക്കി വിറ്റ തൈകളോ ഒക്കെയാണ്. അത് ശരി. ഹൈദരാബാദിലേക്ക് മാത്രം ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് 6 ലക്ഷം തൈ കൊടുത്തു. 6 ലക്ഷം തൈ. അത് ശരി സാർ. ഒരു കൺസ്യൂമറിന് 35,000 തൈയാണ് പോകുന്നത്. ശരി. ഞാൻ ചോദിക്കട്ടെ, ഒരു തൈന് എങ്ങനെയാണ് വില സാർ? തൈക്ക് ഇപ്പോഴും ആദ്യമൊക്കെ ഞാൻ കുറച്ചുള്ള 200 രൂപയൊക്കെ ആയിരുന്നു, കുറഞ്ഞു ഇപ്പോൾ 45 രൂപ കൊടുക്കും. 45 രൂപയ്ക്ക് ഒരു തൈന് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇന്ത്യയിൽ അധികമായിട്ട് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടോ സാർ? ഉണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ കൂടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ. കർണാടകയിലുണ്ട്. പക്ഷേ ഏറ്റവും സൗകര്യം നോക്കിയിട്ട് കർണാടകയിൽ വേറൊരു വെറൈറ്റിയാണ്, ടേസ്റ്റ് ഇല്ലാത്തൊരു വെറൈറ്റി അവർ നടത്തിയിരുന്നത്. പക്ഷേ നമ്മുടെ വെറൈറ്റി കൂടുതലുള്ളത്
കേരളം, ആന്ധ്ര, തെലങ്കാന, മധ്യപ്രദേശ്, ബീഹാർ, അരുണാചൽ പ്രദേശ്. കാരണം ഞാൻ ഈ തൈയെല്ലാം സപ്ലൈ ചെയ്ത് ഇവിടെയുള്ളൊരു പാർട്ടിക്കാണ്. ആർക്ക്? തെലങ്കാനയിലുള്ള ഹൈദരാബാദ് പാർട്ടിക്ക്. അവരാണ് അവിടെ അങ്ങോട്ട് വിറ്റത്. ഇവിടെ വേറെ തമിഴ്നാടും പിന്നെ കർണാടകയും വേറൊരു ആൾക്കാരാണ്, വലിയ പഴമാണ്, പക്ഷെ അതിന് ടേസ്റ്റ് ഇല്ല. അപ്പോൾ അത് വാങ്ങിയവരാരും പിന്നെ ഇത് വാങ്ങില്ല, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങില്ല, പിന്നെ വീണ്ടും നമ്മളെ തിരക്ക് വരും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സാറ് വിൽപ്പന നടത്തുന്നത് കേരളത്തിലാണോ? ഡ്രാഗൺ ഫ്രൂട്ട് കേരളത്തിലാണോ അല്ല അന്യ സംസ്ഥാനത്തിലേക്കാണോ? കേരളത്തിലേക്കുണ്ട്. കേരളത്തിൽ തന്നെ. കേരളത്തിൽ ഇപ്പോഴും നമ്മുടെ പ്രശ്നം വെച്ചാൽ മറ്റുള്ളവർ ഇവിടെ കൊണ്ടുവന്ന് വില കുറച്ച് കൊടുക്കുന്നുള്ള പ്രശ്നം മാത്രം. അതെ, ശരി സാർ. ശരി, നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യം കൂടിയുണ്ട് സാറേ. നമ്മൾ ഇപ്പം കേരളത്തിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ഇവിടെ പ്രൊഡക്ഷൻ ആവുന്നുണ്ടോ, അല്ല ഇനിയും ആവശ്യമുണ്ടോ കേരളത്തിലേക്ക്? അല്ല, ഇപ്പോഴും ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്, കേരളത്തിലുണ്ട്. അതായത് കഴിച്ചാൽ എൻ്റെ ഗുണമേന്മ അറിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ അറിയാത്തവരുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയുള്ളതാണ്, എങ്ങനെ കഴിക്കണമെന്ന് അറിയാത്തവരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്. അപ്പോൾ അവരിൽ എത്തിക്കലാണ്. രണ്ട് കാര്യം സാറൊന്ന് പറഞ്ഞോ. ഒന്ന് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഗുണമേന്മ പറഞ്ഞു എങ്ങനെ കഴിക്കണം, അത് സാറേ ഞങ്ങൾക്ക് എങ്ങനെ കഴിക്കണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഗുണമേന്മ, ഇത് ഒന്ന് റിച്ച് ആൻഡോസിൻ ആൻഡ് ബീറ്റ, ഇങ്ങനെ എന്തൊക്കെ ഉണ്ട് അതെല്ലാം മുകളിൽ ചോദിക്കണം. വൈറ്റമിൻസും മറ്റ് മിനറൽസും, പിന്നെ ഇമ്മ്യൂണിറ്റി പവർ, ഇമ്മ്യൂണിറ്റി കൂടും. നിങ്ങളുടെ ബ്ലഡ് കൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് റെഡ് ഡ്രാഗൺ ഫ്രൂട്ട്. വൈറ്റ് അല്ല, റെഡ്. പിന്നെ ഇത് കണ്ടിന്യൂ റെഗുലറായിട്ട് 200-300 ഗ്രാം പഴം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗർ ലെവൽ സ്റ്റെബിലൈസ് ആകും. ഷുഗറിന് നല്ലതാണ്. ഞാനിപ്പോൾ 20 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. എൻ്റെ വൈഫ് 34 വർഷമായിട്ട് ഡയബറ്റിക്കാണ്. എന്നിട്ട് ഷീ 65. ഒരു ഡയബറ്റിക്കിൻ്റെ ഒരു ലക്ഷണവും കാണുന്നില്ലല്ലോ. അതെ, ഇപ്പോൾ അവിടെ എല്ലാ വർക്കും മാഡത്തിൻ്റെ കൺട്രോളിൽ കൂടിയല്ലേ പോകുന്നത്. അപ്പം 35 വർഷം ഡയബറ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്. നിങ്ങൾ എന്ത് കഴിക്കുന്നു, ഒരുപാട് ഇതായിട്ടും പറഞ്ഞതല്ല. അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ കഴിക്കുന്ന സാധനമാണ് റെഗുലറായിട്ട്. ഇത് ഞങ്ങൾ മാത്രമല്ല, ഇത് ഞങ്ങൾ ട്രൈ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇൻഫ്യൂഷൻ ഡ്രിങ്ക് ഉണ്ടാക്കും. ഇൻഫ്യൂഷൻ ഈ ഡ്രൈ ഫ്രൂട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ജ്യൂസാക്കി എടുക്കും. ക്ലിയർ റെഡ് വൈൻ പോലെ ഇരിക്കും. അപ്പോൾ അത് അവിടെ ഉണ്ട് അല്ലേ? അവിടെ ഇപ്പം ഇല്ല, ഇപ്പം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ടിട്ടുണ്ട്, വന്നാൽ കഴിച്ചിട്ട് പോകും. അപ്പോൾ അത് ഞങ്ങളുടെ ഔട്ട്ലെറ്റിൽ കൂടി വിൽക്കുന്നുണ്ട്. അതിന് ഒരു സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മെയിനായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ കുറവാണ്. ഇപ്പോൾ നമ്മളൊരു ഈ വർഷം സപ്പോസ് എൻ്റെ ടാർഗറ്റ് 1000 കിലോ ഫ്രൂട്ട് ട്രൈ ചെയ്താൽ ഇപ്പോൾ 1000 കിലോ ഡ്രൈ ഫ്രൂട്ട് കിട്ടും. ഈ ഡ്രൈ ഫ്രൂട്ട് മാർക്കറ്റിംഗ് ഈ വർഷം 1000 കിലോ ചെയ്യാൻ പറ്റിയാൽ അടുത്ത വർഷം 5000 കിലോ ചെയ്യാം. അതെ, ഈ 5000 കിലോ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ മെഷീൻ വയ്ക്കും. ആ ലെവലിൽ എത്തിയില്ലെങ്കിൽ മെഷീൻ വയ്ക്കത്തില്ല. അതുവരെയ്ക്ക് നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന് മാത്രമേ അറിയൂ. കോസ്റ്റ് നമുക്കൊരു കിലോയ്ക്ക് 25 രൂപ വരും. ധാരാളം വരും. നമുക്ക് അതിനേക്കാളും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പെൻസും കൂടും നമ്മളൊരു ഫുൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാൻ പോയാൽ. മാത്രമല്ല റിസ്ക് ഫാക്ടറും ഉണ്ട്. ഇതിപ്പോൾ 2 വർഷം ഓടിയില്ല, നമുക്ക് റിസ്ക് ഒന്നുമില്ല. അവരുടെ ഉള്ള ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നു. ദേ ആർ ആൾസോ ഹാപ്പി. അവർക്ക് ഇത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളെ എക്സ്ട്രാ കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. എനിക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് 1 കിലോ പഴം എടുത്ത് ഞാൻ കൊടുക്കണമെങ്കിൽ 20 രൂപ ചിലവ് വരും. ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന്, കാരണം നമ്മൾ ചിലപ്പോൾ എറണാകുളം വരെ കൊണ്ടുപോയി കൊടുക്കണം. ചിലത് ഇവിടെ തന്നെ വിൽക്കും. ചിലത് നമ്മൾ ഇവർ കൊണ്ടുവരുന്നതിന് രണ്ടാമത് സോർട്ട് ചെയ്യണം, സോർട്ട് ചെയ്ത് പാക്ക് ചെയ്യണം, ഗ്രേഡ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് നമ്മളെ ഒരു സ്റ്റാൻഡേർഡ് ആക്കിയിട്ടേ കൊടുക്കുള്ളൂ. അത് കണ്ടില്ല അവരെന്ത് മാത്രം പണി ചെയ്തിട്ടാണ് ഗ്രേഡ് ആക്കുന്നത്. മനസ്സിലായി സാർ. എത്ര ജോലിക്കാർ അവിടെ ഉള്ളത്? അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് ഉണ്ട്. ഈ എക്സ്പെൻസ് ഉണ്ട്. ആദ്യം ഞാൻ 2-3 പേർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതൊരു ഇനിഷ്യൽ ഹാൻഡ് ഹോൾഡിംഗ് ആണ്. ഞാനൊരു ഫസ്റ്റ് ഇതായതിൻ്റെ പേരിൽ ചെയ്ത് ഹാൻഡ് ഹോൾഡിംഗ് ആണ്. ആ ഹാൻഡ് ഹോൾഡിംഗ് എപ്പോഴും ഉണ്ടാവില്ല. 1-2 വർഷമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കോൾഡ് റൂം വെച്ചോളണം, അല്ലെങ്കിൽ ഇതിൻ്റെ എക്സ്പെൻസ് ബിയർ ചെയ്യണം. അതിൽ ചില ആൾക്കാർ ഇവിടെ കൊണ്ടു തന്നിട്ട് പോവും, അല്ലാത്തവർ അവരുടെ രീതിയിൽ കൊണ്ടുവന്ന് നിൽക്കും. അപ്പോൾ ചിലർ പറയുന്നത് ഇപ്പം മാർക്കറ്റിലെ ആൾക്കാർ എല്ലാ വീട്ടിൽ നിന്നും ഫ്രൂട്ട് കൊണ്ടുവരുന്നു, കൊടുക്കുന്നു, വില കുറവ്. ഞാൻ നിങ്ങൾ വാങ്ങിച്ചോളൂ, 3 ദിവസം കഴിയുമ്പോൾ കാണില്ലല്ലോ അത്. ഇത് ഫ്രഷ് ആയിട്ട് 3 ദിവസം ഇരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ അടുത്ത ബാക്കി 20 ദിവസം പഴം വേണമെങ്കിൽ കോൾഡ് സ്റ്റോർ ഉള്ളതിനെ, അപ്പോൾ അങ്ങനെ ആൾക്കാർ കോൾഡ് സ്റ്റോർ വയ്ക്കും. അപ്പോൾ ഒരു ഇൻഡസ്ട്രി ആയിട്ട് വളരും. അപ്പം സ്റ്റേറ്റിൻ്റെ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റിന് നല്ല രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അല്ല ഞാൻ പറയണം. ഇപ്പം അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ വർഷത്തിൻ്റെ ഇതിൻ്റെ സ്റ്റേറ്റിൻ്റെ കർഷക അവാർഡിൽ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ടായിരുന്നു. ഫോർ എന്താ പറയുക, ഈ വിദേശ പഴങ്ങളിലൂടെ കൊണ്ടുവരുന്ന അതിൻ്റെ കൃഷി വിപുലീകരിക്കുന്നതിനും പോപ്പുലറൈസ് ചെയ്യുന്നതിനുമുള്ളൊരു അവാർഡായിട്ട്. അത് ശരി സാർ. 20 ഏക്കറിന് ഫുള്ളി ഗ്രോ, ഇപ്പോൾ എല്ലാം ഫുള്ളി ഗ്രോൺ അല്ല, എല്ലാം ഫുള്ളി ഗ്രോൺ. ഒരു 3 വർഷമാകുമ്പോൾ ഫുൾ ഗ്രോൺ ആകും. മാക്സിമം പ്രൊഡക്ഷൻ വരും. ലാറ്ററൽ കണ്ടിന്യൂ 6000 തന്നെ കിട്ടും. 1 ഏക്കറിന് കിട്ടണം. കിട്ടിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ 2 വർഷം വെറും 10 ഏക്കറിലേ ഉള്ളൂ.
അതെ ശരി. എനിക്ക് വേണ്ടി 80 ടൺസ് പഴം ഉണ്ടായിരുന്നു. അത് ശരി സാർ. അപ്പോൾ ഇപ്പോഴത്തെ അത്രയും ഇല്ല, ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഈ ചില നെഗറ്റീവ് ഫാക്ടേഴ്സ് വന്നതുകൊണ്ട്. അപ്പം നമ്മളൊരു എക്കണോമിക്കലിൽ എടുക്കുക കഴിയുമ്പോൾ ഒരു ഏക്കറിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഒരു 6 ടണ്ണ് 5 ടണ്ണെന്ന് കൂട്ടിയാലും 20 ഏക്കർ 100 ടണ്ണായി. 100. അതെ സാർ. 100 ടണ്ണെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഇപ്പോഴും 120 140 ഒരു 100 വെച്ച് കൂട്ടിയാലും 100 വെച്ച് കൂട്ടിയാലും 1 കോടി രൂപയ്ക്കുള്ളതായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 1 കോടി രൂപയുടെ ഇൻകത്തിൽ നിന്ന് ഒരു 6 ലക്ഷം രൂപയുടെ ചിലവാകും. പോട്ടെ, 10 ലക്ഷം രൂപ ചിലവോ? അല്ല, 10 അല്ല, ഒരു 50 ലക്ഷം 60 ലക്ഷം ഒരു ഏക്കറിൽ നിന്ന് പകുതിക്കുള്ളിൽ കണ്ടിന്യൂസ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവാകും. അതെ. എന്നാലും നിങ്ങൾക്കൊരു ഏക്കറിൽ നിന്ന് ഈ ഒരു ഏക്കറിൽ നിന്ന് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ നെറ്റ് ഇൻകം കിട്ടും. എല്ലാ ചിലവും പോയിട്ട്. എല്ലാ ചിലവും പോയിട്ട്. അപ്പോൾ ഇതല്ല എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ 10 ലക്ഷത്തിൽ നിന്ന് നെറ്റ് എൻ്റെ പ്രോഫിറ്റ് 3 ലക്ഷം 4 ലക്ഷം ആയാലും ബാക്കി 6 ലക്ഷം പോകുന്ന ഈ ഏരിയയ്ക്കാണ്. അതെ, മനസ്സിലായി സാർ. ഇവിടുത്തെ എംപ്ലോയീസിനാണ്. അതെ, ജോലിക്കാർക്ക്. ഇതേ സ്ഥലത്ത് നിങ്ങൾ 20 ഏക്കർ റബ്ബറാണെങ്കിൽ ആകപ്പാടെ കിട്ടുന്നത് 20 ലക്ഷം രൂപയായിരിക്കും. 20 ലക്ഷം രൂപ ഒരാൾക്കായിരിക്കും 1 2 3 പേർക്ക് ജോലി കിട്ടും. ബാക്കി അപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഇത് നിങ്ങൾ റബ്ബർ കൃഷി ചെയ്താൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റി കിട്ടുന്ന 5 ലക്ഷമാണെങ്കിൽ ലേബറും മറ്റ് ഫെസിലിറ്റീസും ഒക്കെ ആയിട്ട് കിട്ടുന്ന 5 ലക്ഷമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന 60 ലക്ഷം രൂപയായിരിക്കും. ഇതിൽ നമുക്ക് വന്നിട്ട് ഇതിൽ റബ്ബറിനെക്കാട്ടിലും ഇടുന്നതിനെക്കാട്ടിലും കെയറിങ് കൂടുതലാണ്, വളപ്രയോഗമുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ടേഷൻ, അത് നല്ലൊരു വ്യാവസായികം തന്നെയാണ് ഇത് നടക്കുന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ജംഗ്ഷനിൽ വൈകുന്നേരത്ത് വരുമ്പം ഈ പിന്നെ പലിശ കൊടുക്കുന്നവരും അവനൊരു മെയിൻ ആകണം. ഇവരെല്ലാവരും ഈ പൈസ കിട്ടിയാലും അവർ പണം പലിശ എടുക്കും. ഉടനെ അവർ പിന്നെ മറ്റേ ആമസോണിൽ പോയിട്ട് കോഴിമുട്ടോ ആനമുട്ടോ ഓരോ വാങ്ങിക്കും. അവനത് കൊണ്ടുവരും. അപ്പോൾ ഇതൊരു ചെറിയ രീതിയിലൊരു ഡെവലപ്മെൻറ്റ് അവിടെ ഉണ്ടാവും. ദിസ് ഈസ് ഹൗ യു ഡെവലപ്പ് ലോക്കൽ ഡെവലപ്മെൻറ്റ്. ഈ റൂറൽ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടെ അവർ മാറ്റുന്നുണ്ട് ഇവിടെ ലോക്കൽ പീപ്പിൾ. റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ സാർ എന്തുകൊണ്ട് ഹിന്ദിക്കാരെ കുറച്ച് പേര് വെച്ചിട്ടുണ്ടല്ലോ? കാരണം നമ്മുടെ ആൾക്കാർ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അവർക്ക് രാവിലെ അടുത്ത വീട്ടിലൊരു പ്രശ്നമുണ്ട്, അവരങ്ങോട്ട് പോകും. അതിൻ്റെ അപ്പുറത്തെ ഒരു പ്രശ്നം അവിടെ പോകും. പശുവിന് അസുഖം വന്നാൽ അപ്പോൾ ലീവ് എടുക്കും. ഇയാളെ പഴമെടുക്കെല്ലാം അവിടെ കിടക്കട്ടെന്ന് പറയും. എൻ്റെ പശുവിന് അസുഖം മാറിയിട്ട് ഞാൻ വരാമെന്ന് പറയും. പിന്നെ അപ്പുറത്ത് കല്യാണം ഉണ്ടായി 3 ദിവസം. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അല്ലേ? സാർ ഇവിടെ ആദ്യം ഇവിടെ പണിക്കാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരനുഭവം നിന്നാണ് സാർ ഇത് പറയുന്നത്, അല്ല കൈന്നിട്ട് പറയുന്നതല്ല. അപ്പോൾ പക്ഷെ എന്നാലും അവരും 10 പേരുണ്ട്. നമ്മൾ ഒരു കേരളത്തിലെ ഒരു പ്രശ്നം, നമുക്കൊരു ഇൻഡസ്ട്രിയൽ കൾച്ചറില്ല. ഇപ്പോൾ നമ്മൾ മറ്റു പല സ്ഥലങ്ങളും നോക്കിയാൽ തമിഴ്നാടിന് ഒരു ഇൻഡസ്ട്രിയൽ കൾച്ചറുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഒരു പ്രോഡക്റ്റ് വന്നാൽ നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് നോക്കും. മനസ്സിലായി. നമ്മളൊരു സർവീസ് കോൺഷ്യസ് ആൾക്കാരാണ്. ആരെങ്കിലും കൊണ്ട് തന്നാൽ നമ്മളൊന്നും തമിഴ്നാട് കൃഷി ചോറ് കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ട്. അതിൻ്റെ എല്ലാം പറഞ്ഞ് പഴകിയതാണെങ്കിലും അതിനൊരു ഫാക്റ്റുണ്ട്. അപ്പോൾ നമ്മൾ മാറി ചിന്തിക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ എക്സിസ്റ്റിംഗ് കൺവെൻഷണൽ കൃഷികളിൽ നിന്നും മാറി ചിന്തിക്കാൻ പഠിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ കൺവെൻഷണൽ തെങ്ങ്, അടയ്ക്ക, കുരുമുളക്, വാഴ, നെല്ലിപ്പോൾ ഇല്ല, നെല്ല് പോയി, തെങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു. അടയ്ക്കാൻ അതേ വഴിയിലാണ്. പിന്നെ ബാക്കിയുള്ളത് കുരുമുളക്, റബ്ബറുമാണ്. യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ഇതിന് മെയിനായിട്ട് ഹാൻഡ് പോളിനേഷൻ ആവശ്യമുള്ള ഒരു ചെടിയാണ്. ആക്ച്വലി ഇതാണ് ഇതിൻ്റെ പൂമ്പടി ഇതിനകത്ത് വീഴുന്നു. സാറേ, എന്തുകൊണ്ട് ഈ കാ വന്നിട്ട് ഇങ്ങനെ അഴുകി വരുന്നുണ്ട്? തേനുണ്ട്, അടുത്ത് കൂവപ്പൊടിയുണ്ട്, ഇങ്ങനെ ഒത്തിരി ഐറ്റം ഉണ്ട്. അത് നമുക്ക് അതിനെക്കുറിച്ച് സാറിന് ചോദിക്കാം.